ഹലോ, ഞാൻ ഷെഫിൻ മൻസൂർ. നീറ്റ് 2025 എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 200ഉം കേരള റാങ്ക് 2ും ആവാൻ സാധിച്ചു. ഞാൻ 10th വരെ ഇവിടെ ഒമാനിലും +1 +2 ബ്രില്യൻറ്റ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് മാന്നനം സ്കൂൾ കോട്ടയത്തുമാണ് പഠിച്ചത്. ഞാൻ ഡോക്ടർ ആവണമെന്ന ഒരു ആഗ്രഹം പാരൻസിനോട് പറഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടുപേരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് അവരാണ് എനിക്ക് +1 +2 അക്കാഡമിക്സിന് മാന്നനം സ്കൂൾ സെലക്ട് ചെയ്തത്. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ആ ഒരു ഡിസിഷനാണ് എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കാരണമായത്. മാന്നനം സ്കൂൾ എനിക്ക് നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൂട്ടബിൾ എൻവയറമെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഒരു ഹെൽത്തി കോമ്പറ്റീഷനുമായി മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു ആങ്സൈറ്റിയോ ഒരു സോഷ്യൽ സ്ട്രെസ്സോ അങ്ങനെയൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അവിടെയുള്ള ഫാക്കൽറ്റിയും ടീച്ചേഴ്സും എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ ബിദിൻ സാർ, ലജിമിസ്, കോർഡിനേറ്റർ ബിജു സാർ ആൻഡ് എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സും ഫാക്കൽറ്റിയും ആൻഡ് പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് പുലശ്ശേരി അച്ഛനെല്ലാം എന്നെ ഒരുപാട് സപ്പോർട്ടും മോട്ടിവേറ്റും ചെയ്തവരാണ്. ആൻഡ് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ സ്കൂളിൽ ഹോസ്റ്റലിലാണ് പഠിച്ചത്. സോ ആദ്യമായിട്ട് ഞാനിങ്ങനെ വീട്ടുകാരിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നല്ല എൻവയറമെൻറ്റ് കിട്ടുമോ, എനിക്ക് അധികം സ്ട്രെസ്സൊക്കെ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വിചാരിച്ചിരുന്നു. എന്നാൽ എനിക്ക് അവിടെ അങ്ങനെ ഒരു ലോൺലിനെസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിരുന്നില്ല. എനിക്ക് എല്ലാവരോടായിട്ട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് ഹോസ്റ്റൽ ലൈഫ് ആ ഒരു 2 വർഷം ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാം. അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം വളരെ ഫ്രണ്ട്ലി മാനറിൽ എല്ലാം പഠിപ്പിച്ചു തരുമായിരുന്നു. ആൻഡ് എനിക്കൊരു കോൺസെപ്റ്റും അങ്ങനെ ഡൗട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് അവിടെ ഈ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ പല കൾച്ചറൽ ആക്ടിവിറ്റീസും സ്പോർട്സിലെല്ലാം ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓൾ ഇൻ ഓൾ ഒരു വെരി ഗുഡ് അക്കാഡമിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ +1 +2 മാന്നനത്തെ കോഴ്സ്. ഹലോ, ഞാൻ മൻസൂർ, ഷെഫിൻ്റെ ഫാദറാണ്. ഇത് സീമ, ഷെഫിൻ്റെ മദറാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഒരു വലിയൊരു വിജയം മോനെ കരസ്ഥമാക്കാൻ പറ്റി. ആൻസർ കീ വന്നപ്പോഴോ ഞങ്ങൾ മാർക്ക് നോക്കിയപ്പോഴൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത മാർക്ക് കണ്ടിരുന്നു. പക്ഷേ ഒരു ഓൾ ഇന്ത്യ ലെവൽ ഒരു 200 അല്ലെങ്കിൽ കേരള ലെവൽ റാങ്ക് 2 എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തുതി, ദൈവം സഹായിച്ചു. മോൻ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ എന്ന് വിചാരിച്ച് അവനൊരു ഫുൾ ടൈം പഠിത്തം അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു പുസ്തകപ്പുഴു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവന് പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, കളിക്കേണ്ട സമയത്ത് കളിച്ചു. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിലും അവൻ പങ്കെടുത്തിരുന്നു. ഞങ്ങൾക്ക് അവനെ സ്കൂളിൽ ചേർത്തിയപ്പോൾ, മാന്നാനം സ്കൂളിൽ ചേർത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൻ 1 തൊട്ട് 10 വരെ ഇവിടെ ഗൾഫിലാണ് പഠിച്ചത്. ഞങ്ങളിവിടെ ജോലി ചെയ്യാണ്. CBSEയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ സ്കൂളിൽ ടോപ്പറായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ചേർത്താം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ 1 തൊട്ട് 10 വരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ച് പിന്നെ 11ഉം 12ഉം ഒരു ഹോസ്റ്റലിലൊക്കെ തനിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ എൻവയോൺമെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് അവന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. റെസിഡൻഷ്യൽ ബാച്ചിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ സ്കൂളിലുള്ള എൻവയോൺമെൻറ്റും അവിടുത്തെ അക്കാഡമിക് അതുപോലെ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ എൻവയോൺമെൻ്റ് എല്ലാം അവനെ വളരെ അധികം സഹായിച്ചു. ഹോസ്റ്റൽ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചേട്ടനും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് അവൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 2016 എയിംസ് ബാച്ചിലായിരുന്നു അവൻ്റെ ചേട്ടൻ പഠിച്ചിരുന്നത്. റെസിഡൻഷ്യലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ ചേട്ടനെ കാണാൻ വേണ്ടി ആ സ്കൂളിൽ ഞങ്ങൾ പോയപ്പോൾ അവൻ അവിടുത്തെ ഹോസ്റ്റലും അവിടുത്തെ എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ കണ്ടതുകൊണ്ട് അവൻ ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ചൊരു കോൺഫിഡൻസ് ആയിരുന്നു അവൻ ആ സ്കൂളിൽ തന്നെ അവിടുന്ന് ഞങ്ങൾക്കൊരു അവൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നു. സ്കൂളിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂൾ മാന്നാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ മൂത്ത മോൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ ഹോസ്റ്റലും അവിടുത്തെ അധ്യാപകരെയും അവിടുത്തെ എല്ലാ കൾച്ചറും ഞങ്ങൾക്ക് നേരെ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിനെ കുറിച്ച് യാതൊരുവിധ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഫാദർ മുല്ലശ്ശേരി അച്ഛൻ വളരെ സ്ട്രിക്റ്റാണ്. അതേസമയം വളരെ പോസിറ്റീവ്, വളരെ നല്ല രീതിയിലുള്ള ഒരു അക്കാഡമിക് എൻവയോൺമെൻറ്റ് ഫാദർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിക്റ്റാണ്, അതേസമയം കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഫ്രീഡം ആ സ്കൂളിൽ കിട്ടും. അവർക്ക് പഠിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഹോസ്റ്റലൊക്കെ നല്ല സൂപ്പർ വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയാം. ഹോസ്റ്റലാണ്, നല്ല ഭക്ഷണമാണ്. അതുപോലെ തന്നെ ലൈബ്രറി ഫെസിലിറ്റീസ്, പിന്നെ എല്ലാവിധ കൾച്ചറൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ മോനൊക്കെ മിക്കവാറും സ്കൂൾ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും ഫുട്ബോൾ കളിച്ചിട്ടാണ് പിന്നെ
പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ രീതിയിലുള്ള ഒരു ഫ്രീഡവും കുട്ടികൾക്ക് അവിടെ കൊടുത്തിരുന്നു. ഒരു ടെൻഷൻ ഫ്രീ അക്കാഡമിക് ലൈഫ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സ്കൂള് ഓപ്റ്റ് ചെയ്യാൻ കാരണം. നീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ നമ്മൾക്ക് എല്ലാവർക്കും കേട്ടു ചരിത്രത്തിലെ ഏറ്റവും ടഫസ്റ്റ് നീറ്റായിരുന്നു. എങ്കിലും മോനത് ക്രാക്ക് ചെയ്യാൻ പറ്റി, ദൈവം സഹായിച്ച്. അപ്പോൾ അവൻ്റെ പഠന കാര്യത്തിൽ എന്നെക്കാട്ടിലും കൂടുതൽ ഇടപെട്ടിരുന്നത് അവൻ്റെ മദറായ സീമയായിരുന്നു. അപ്പോൾ അവന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം അവന് അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അവൻ്റെ മദർ തന്നെയായിരുന്നു.